സംസ്ഥാനത്ത് പോലീസ് സർക്കിൾ സംവിധാനം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി താനൂർ ഡിവൈഎസ്പിയുടെ പരിധിയിലുള്ള പരപ്പനങ്ങാടി താനൂർ പോലീസ് സ്റ്റേഷനുകളെ താനൂർ സർക്കിളിനു കീഴിലും തിരൂരങ്ങാടി കൽപ്പകഞ്ചേരി കാടാമ്പുഴ സ്റ്റേഷനുകളെ കൽപ്പകഞ്ചേരി സർക്കിളിനു കീഴിലും ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശമാണ് ജില്ലാ പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പിന് സമർപ്പിച്ചിട്ടുള്ളത്. ജനങ്ങൾക്ക് യാത്രാ ബുദ്ധിമുട്ടും ഭരണപരമായ അസൗകര്യങ്ങളും സൃഷ്ടിക്കുന്ന നിർദ്ദേശത്തിൽ നിന്ന് പിന്മാറി തിരൂരങ്ങാടി കേന്ദ്രീകരിച്ച് സർക്കിൾ രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് UA റസാഖ് SP-ക്ക് പരാതി നൽകി. തിരൂരങ്ങാടിയിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ സർക്കിൾ ഓഫീസ് പ്രവർത്തിച്ചിരുന്നെന്നും തിരൂരങ്ങാടി പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനുകളെ ഉൾപ്പെടുത്തി തിരൂരങ്ങാടി സർക്കിൾ രൂപീകരിക്കുന്നതാണ് പ്രായോഗികമെന്നും റസാഖ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനെ കൽപ്പകഞ്ചേരി സർക്കിൾ പരിധിയിലേക്ക് ഉൾപ്പെടുത്താനാണ് ഇപ്പോൾ പോലീസിൽ നിന്നും ഒരു പദ്ധതി തയ്യാറാക്കുന്നത്. അതായത് സംസ്ഥാനത്തൊട്ടാകെ ഇതുവരെ SHOക്ക് കീഴിൽ CIമാരെ SHOകളാക്കി ഉയർത്തി SHOക്ക് കീഴിലായിരുന്നു. എന്നാൽ ഈ പുതിയ സർക്കാർ സ്വാഭാവികമായിട്ടും അത് സർക്കിളിലേക്ക് പഴയ രീതിയിലേക്ക് തന്നെ മാറ്റിക്കൊണ്ടുള്ള ഉത്തരവിലേക്ക് നീങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് CIമാർക്ക് ചുമതല നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും തിരൂരങ്ങാടി എന്നത് താലൂക്ക് ആസ്ഥാനമാണ്. ഇവിടെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ നിരവധി പോസ്റ്റ്മോർട്ടങ്ങളും മറ്റൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അതിലുപരി പരപ്പനങ്ങാടി യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ളത് തിരൂരങ്ങാടിക്കടുത്താണ്. എന്നാൽ ഈ തിരൂരങ്ങാടിയെ എടുത്ത് കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷൻ, ഈ തിരൂരങ്ങാടി പോലീസ് എന്ന് പറയുന്നത് തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധി എന്ന് പറയുന്നത് ചേളാരി, കുന്നുംപുറം, അങ്ങനെ ഇപ്പോൾ ചേളാരിയിൽ നിന്നും കൽപ്പകഞ്ചേരി അതായത് CIയെ കാണാൻ പോകണമെങ്കിൽ ഏകദേശം 32 കിലോമീറ്റർ സഞ്ചരിക്കേണ്ട ഒരു ദുരവസ്ഥയിലേക്ക് പോകും. ഇപ്പോൾ കുന്നുംപുറം AR നഗർ കുന്നുംപുറത്തുനിന്ന് കൽപ്പകഞ്ചേരിയിലേക്ക് ഏകദേശം 24 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ ചെമ്മാട് നിന്ന് തന്നെ, അതായത് താലൂക്ക് ആസ്ഥാനമായ തിരൂരങ്ങാടിയുടെ ചെമ്മാട് നിന്ന് തന്നെ കൽപ്പകഞ്ചേരിയിലേക്ക് പോകണമെങ്കിൽ 18 കിലോമീറ്ററിലെതിരെ അധികം ദൂരമുണ്ട്. അപ്പോൾ ഇവിടെ ചെമ്മാട് ടൗണിലെ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനെ സർക്കിളാക്കുന്നതിന് പകരം ഈ തിരൂരങ്ങാടിയെ കൽപ്പകഞ്ചേരി സർക്കിളിന് കീഴിലേക്ക് മാറ്റുന്നത് ഒരു ഔചിത്യബോധമില്ലാത്ത നടപടി എന്നേ അതിനെ പറയാൻ കഴിയുള്ളൂ. തിരൂരങ്ങാടിയെ കൽപ്പകഞ്ചേരിയിൽ ഉൾപ്പെടുത്തുന്നത് പൊതുജനങ്ങൾക്ക് 20 മുതൽ 40 കിലോമീറ്റർ വരെ അധികം സഞ്ചരിക്കേണ്ട അവസ്ഥയുണ്ടാക്കും. തിരൂരങ്ങാടി സ്റ്റേഷൻ പരിധിയിലെ ചേളാരി, ചെമ്മാട്, കുന്നുംപുറം എന്നിവിടങ്ങളിലുള്ളവർക്കാണ് യാത്രാ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരിക. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ജനസാന്ദ്രതയും കണക്കിലെടുത്ത് തിരൂരങ്ങാടി, പരപ്പനങ്ങാടി, താനൂർ മേഖലകൾക്ക് അനുയോജ്യമായ രീതിയിൽ സർക്കിൾ ഓഫീസ് ക്രമീകരിക്കണമെന്നും UA റസാഖ് പരാതിയിൽ ആവശ്യപ്പെടുന്നു. അല്ലാത്തപക്ഷം ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് യൂത്ത് ലീഗ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ചാനൽ ന്യൂസ് തിരൂരങ്ങാടി. പഴയ സ്വർണ്ണമോർത്ത് ഇനി വിഷമിക്കേണ്ട. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇതാ മൺസൂൺ ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവലും NRI ഫെസ്റ്റും. നിങ്ങളുടെ പഴയ സ്വർണം ഇപ്പോൾ 100% മൂല്യത്തോടെ ഒട്ടും നഷ്ടമില്ലാതെ മാറ്റിവാങ്ങാം. ഒരു പവന് 1000 രൂപ അധിക ലാഭവും. കൂടാതെ വെറും 5% നൽകി ഇപ്പോൾ അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത ദിവസത്തെ വിലയോ വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ് ആ കുറഞ്ഞ വിലയിൽ പർച്ചേസ് ചെയ്യാം. ഫ്രീ ഇൻഷുറൻസും ലൈഫ് ടൈം മെയിന്റനൻസും ഇതോടൊപ്പം ലഭിക്കുന്നു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പഴയത് മാറ്റി പുത്തൻ തിളക്കത്തോടെ മടങ്ങൂ.